എന്താണ് അതിന്റെ അർത്ഥം? മഅനാഹു ഇൻ കുൻതും മിൻ അഹ്ലി ത്വാഅ, നിങ്ങൾക്കൊരു പൊതു നന്മ നിങ്ങൾ നിലനിർത്തിയാൽ യുവല്ലി അലൈക്കും അഹ്ല റഹ്മ, നിങ്ങളെ മേൽ അഹ്ല റഹ്മ, റഹ്മത്തിന്റെ അഹ്ലുകാരെ ഞാൻ ഭരണാധികാരിയാക്കും. വഇൻ കുൻതും മിൻ അഹ്ലിൽ മഅസിയ, ആ പൊതുപോലെ നിങ്ങൾക്കില്ല, വർഗീയത വളരുക, എല്ലാവർക്കും വിഷമമല്ല. ഒരു പാവപ്പെട്ട പെണ്ണ് തെറ്റിയതിനെ തെറ്റിയതാലോ തെറ്റ് ചെയ്തു, മനുഷ്യൻ ഒരു ഊക്കിൻ തെറ്റിച്ചു, പിന്നെ നരകിച്ച് അവിടെ ജയിലിൽ കിടന്നു യമനിൽ. പിന്നെ ആ പെണ്ണെ അപേക്ഷിച്ചു. അപ്പൊ ഇതറിയുന്ന ആ പെണ്ണ് തെറ്റിയതാൽ ശിക്ഷിക്കേണ്ട ആൾ ഇല്ലല്ലോ, ഭരണാധികാരിയല്ലേ, അവർ ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ ആ പെണ്ണിന്റെ തീരുമാനം എടുക്കേണ്ട റബ്ബ് ഇല്ലല്ലോ. നിനക്ക് എന്തായാലും ചെയ്യാനുള്ളത്? നിനക്കെന്താ ചെയ്യാനുള്ളത്? ഒരു സംഘം ആളുകളെ മുഅ്മിനീങ്ങൾ നരകത്ത് കാണുമ്പോൾ അവർക്ക് എന്താ ചെയ്യാനുള്ളത്? അവർക്ക് എന്താ ചെയ്യുള്ളത്? റബ്ബേ അഖ്രിജുഹും, അവരെ പുറത്താക്ക്. അത് അവരെ ഉത്തരവാദിത്താണ്. ആരുടെ? ആരുടെ? മുഅ്മിനിന്റെ ഉത്തരവാദിത്താണ് അത്. മുഅ്മിന്റെ ഖൽബ് നിറയെ എന്താണ്? റഹ്മത്തല്ലേ? പൊഴിഞ്ഞ തേയിലിങ്ങനെ ഒരു സംഘം ആളുകളെ കണ്ടാൽ അറിയില്ല അതിനെ പറ്റുന്നു, അല്ലാഹു അഅലം. സപ്പോസ് കണ്ടാൽ നിന്റെ ഭാഗം എന്താ പറയാനുള്ളത്? ഉദരവിട്ട് നളിച്ചില്ല. അന്നെ ആ കള്ള് ഷാപ്പ് പോയപ്പോ ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞ തീ കിടന്നൂടെന്ന് പറയലല്ല, പഠിച്ചോനെ ദോഷിയാണെന്ന് ശരി തന്നെ, പക്ഷെ രക്ഷപ്പെടുത്തി റബ്ബേന്ന് പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? അതല്ലടാ സയ്യിദു ശാഫിഈനായ മുഹമ്മദ് മുസ്തഫ കിടന്നോട്ടെ എന്ന് പറയാണോ നബി ചെയ്യ? പഠിച്ചോനെ നീ അവരെ രക്ഷപ്പെടുത്ത്. ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാ. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം? ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുഗല്ലവായ നജസ് നായ ഈ ഒന്നിർത്തി ജുമയാക്കുക. ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് പെടയാണെങ്കിൽ ഇജിപ്പ ജുമയക്കോ ആണല്ലോ, ഒന്നിർത്തിക്കണല്ലോ, ഞാൻ ജുമാന്റെ വസ്ത്രം ധരിച്ചല്ലേ എന്നാണോ ചിന്തിക്കണ്ട്? അതാണോ ചിന്തിക്കണ്ട്? ജണ്ടയുണ്ട്. ആ നായ രക്ഷപ്പെടുത്തിയ ജുമായ പോയിക്കോട്ടെ. സ്കെച്ചാളാ, ഇത് അള്ളാന്റെ സൃഷ്ടിയാണ്. മുഗല്ലവായ നേഴ്സാനോട് നോക്കാൻ പാടുണ്ടോ? പറയുടെ ചങ്ങായി ഉണ്ടോ? നിന്റെ ജുമയെ നഷ്ടപ്പെട്ടോട്ടതാ. ഇക്കാലം വരെ ചെയ്ത ജുമയെ അള്ളാഹ് സ്വീകരിച്ചു എന്തുറപ്പുള്ളത്? ഈ പണി കൊണ്ട് കഴിഞ്ഞ ജുമയെ മുഴുവൻ സ്വീകരിക്കും. കാരണം ഇത് നിന്റെ കൽബിലുണ്ടായ റഹ്മത്താണ്. നിന്റെ പെണ്ണുങ്ങൾ അലക്കി തേച്ച് എന്ന വസ്ത്രം നാശാക്കി തിരിച്ചെന്നപ്പോ പള്ളർച്ചം അവൾ ചീത്തറിഞ്ഞു. അവ കേട്ടു. എന്തിന്? ഒരു സാധുവായ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നിന്റെ മേൽ കരുണ ചൊരിയും ആര്? അല്ലാഹ്. അവനാണ് അല്ലാഹ്. അവിടെയും പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക്? ഞാൻ നിമിഷപ്രിയയുടെ കൂടിയല്ല ഓളെ കൊന്നോട്ടെ. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ. അയ്യയ്യേ, എന്താ ഈ മനുഷ്യന്മാർക്ക്? അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു വെക്കുക. എന്നിട്ട് നമ്മോട് അപേക്ഷിച്ചാൽ എന്താ? ഭരണാധികാരി ശിക്ഷ നടപ്പിലായിക്കോട്ടെ, പൊതുജനത്തിന്റെ ബാധ്യത എന്താ? വിട്ടുകൊടുക്കുന്ന അറിയാനല്ലേ? ആണോ അല്ലേ? അത്ര എന്തെങ്കിലും വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽബിൽ എന്തില്ല? റഹ്മത്ത് എന്ന സാധനം ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഭരണാധികാരി ഉണ്ടാവുള്ളൂ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ല.